എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് ബസൂക്ക സിനിമയുടെ ബിഗ് സന്തോഷം അതാണ് പറയാൻ പോകുന്നത്. പിന്നെ കുറച്ച് അപ്ഡേറ്റ്സുകളുണ്ട്. സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചത്ത് കിടക്കുന്ന ഒരു സിനിമയായിരുന്നു. അതായത് ഇത് തുടക്കത്തിൽ അനൗൺസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ പേര്, ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക്, ഇതിൻ്റെയൊക്കെ പേരിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. റിലീസിനോടനുബന്ധിച്ച് അടുത്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ ഹൈപ്പ് താഴേക്ക് പോയത്. ഒട്ടുമില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും വളരെ പെട്ടെന്ന്, അതും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പൊക്കിയെടുത്തു. അതിലൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഇങ്ങനത്തെ ഒരു ഹൈപ്പ് വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കാരണം അത്രയും അത്യാവശ്യം ബഡ്ജറ്റിൽ തന്നെയാണ് സിനിമ വരുന്നത്. അത് ബഡ്ജറ്റ് 25 കോടി. അതെ. അപ്പൊ എന്താണെങ്കിലും അതൊന്ന് സെറ്റായി വരണമെങ്കിൽ അതിൻ്റെതായ ഹൈപ്പ് കൊടുക്കണം. അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നല്ല വളരെ ഹെവി പോസിറ്റീവ് വന്നാൽ പോലും ഹൈപ്പ് ഇല്ലാത്തത് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറും. അതെ. പക്ഷെ എങ്കിലും എന്താ സംഭവം നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കയറും, അതല്ല പറയുന്നത്. പക്ഷെ ഹൈപ്പിൻ്റെ ഒരു കുറവ് അതിനെ ബാധിക്കും. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ഹൈപ്പ് കയറാൻ ഇന്ന് വന്ന ആ ഒരു പ്രീ റിലീസ് ടീസറില്ലേ, അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നര ടീസർ തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഇതുവരെ വന്നതിൽ ഏറ്റവും അടിപൊളി. അതെ, അങ്ങനെ തന്നെ പറയണം. അതെ, സൂപ്പർ ടീസർ. പിന്നെ മൂഡ് അവർ വേറെ രീതിയിൽ മൂഡ് പിടിച്ചിട്ടുമില്ല, അതേ മൂഡ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്, എന്നാൽ ഒട്ടും സ്പോയിലർ ഇല്ലാത്തൊരു സാധനം. അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. അത് കത്തി. പിന്നെ അത് ഉറപ്പായിട്ട് കത്തുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചത് ആ ടീസർ കത്തുന്നുള്ളത്. ഓക്കെ, എന്തായാലും ആദ്യമായിട്ട് മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ഒരു സിനിമക്ക് വിഷസ് അറിയിച്ചിട്ട് ലാലേട്ടൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ഇടുന്നത്. അത് ബസൂക്കയുടെ കാര്യത്തിലാണ്. അതായത് ബസൂക്ക സിനിമയുടെ ഒഫീഷ്യൽ ടീസർ, ഈ ടീസർ, അതായത് പ്രീ റിലീസ് ടീസർ ആൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൾ വിഷസ് അറിയിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് മറ്റൊരു കാര്യമുണ്ട്. മമ്മൂക്കേൻ്റെ ഒരു എന്താ പറയുക, മമ്മൂക്ക ഈ ഒരു സിനിമേൻ്റെ റിലീസിൻ്റെ സമയത്ത് മമ്മൂക്ക ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മറ്റുള്ളവരെല്ലാവരും കൂടെ അങ്ങ് തീർത്തിട്ടുണ്ട്. അതായത് ലാലേട്ടൻ അങ്ങനെ എല്ലാ ആക്ടേഴ്സും എടുത്തിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ മമ്മൂക്ക മാത്രം മതി ഈ സിനിമേന്റെ പ്രൊമോഷന്. മമ്മൂക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഇന്റർവ്യൂ എടുത്താൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ്, അത് തന്നെ മതി, ധാരാളമാണ്. അത് മമ്മൂക്ക ഇല്ലാത്ത ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവരെല്ലാരും കൂടി അങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപുള്ള കുറെ പോസ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒരേ പോസ്റ്റർ പല ആംഗിളിൽ നിന്നുള്ള പോസ്റ്റേഴ്സ് ഇങ്ങനെ മാറി തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ടിട്ടായിരുന്നു ഒരു കളി. അതെ, ഇന്നലെയൊക്കെ മുതലാണ് ഒന്ന് മാറി തുടങ്ങിയത്, ശരിക്കൊന്ന് മാറി തുടങ്ങിയത്. പ്രത്യേകിച്ച് ഈ ടീസർ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇവർ അവരുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കാണുന്നവരെല്ലാവരും മാക്സിമം കാണട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടിയും എല്ലാവരും, പിന്നെ മമ്മൂട്ടി, പൃഥ്വിരാജ്, ദുൽഖർ, ലാലേട്ടന്, പിന്നെ അങ്ങനെ ഒരു എല്ലാ താരങ്ങളും അത്യാവശ്യം എല്ലാവരും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യം. ഇനി വേറെ കാര്യം, ഇവരെല്ലാരും ഷെയർ ചെയ്യുന്നത് തന്നെ ഒരു വൻ പ്രൊമോഷനാണ്. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. എത്ര പേരാ കാണുക, എല്ലാവരുടെ പേജ് നോക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എന്തായാലും നല്ല പ്രതീക്ഷിക്കാൻ പറ്റുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കോൺഫിഡൻസിലാണ് സിനിമക്ക് പോകുന്നത്. നാളെ 9 മണിക്കത്തെ ഷോയിലേക്കാണ് ഞങ്ങൾ കയറുന്നത്. ബാക്കിയൊക്കെ കണ്ടത് കേരളത്തിലുള്ള എല്ലാവരും 9 മണിക്ക് ഷോയ്ക്ക് കയറാം. ഫസ്റ്റ് ഷോ 9 മണിക്കാണ്. ഓക്കെ, എന്തായാലും ഇന്നലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ക്യാരക്ടർ പോസ്റ്റർ. അത് നമുക്ക് ഇന്നലെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ പോസ്റ്റർ നമ്മുടെ ഗൗതം മേനോന്റെ ക്യാരക്ടർ പോസ്റ്റർ ആയിരുന്നു. നമ്മൾ ഒരിക്കലും വരൂലെന്ന് പ്രതീക്ഷിച്ച ആള് തന്നെ വന്നു. കാരണം ആളുടെ നേരത്തെ തന്നെ ക്യാരക്ടറൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്ന അത് ആളുടെ ബർത്ത്ഡേക്കാണെന്ന് തോന്നുന്നു, ഒരു ഓർമ്മ കിട്ടുന്നില്ല. അതെ, ബെഞ്ചമിൻ ജോഷുവ എന്നുള്ള ക്യാരക്ടർ റിവീലിംഗ് ഇതിന് മുൻപ് നടന്നതാണ്. എങ്കിലും 2 days to go എന്നുള്ളതിൻ്റെ ക്യാരക്ടർ പോസ്റ്ററിലും ഇതേ രീതിയിൽ തന്നെ അവർ അങ്ങ് അനൗൺസ് ചെയ്തു, ഇറക്കി വിട്ടു. എന്തായാലും കൊള്ളാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. അവിടെ യൂണിഫോമിലുള്ള ഒരു പിക്ക് അത്രേ ഉള്ളൂ. അത് ഓഫീസിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഓഫീസിലാണ്, അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ട്. അതെ. പിന്നെ ഇന്നലെ ബസൂക്ക സിനിമ ബുക്ക് മൈ ഷോയിൽ 100K ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ആനന്ദിച്ച് വലിയ സംഭവം എന്ന് പറയാനില്ല. കാരണം 100K അല്ലേ, അതിപ്പോൾ ഒരു
100 കേക്ക് ഇപ്പൊ എന്തെങ്കിലും ആണോ ഡൗട്ടിലേക്ക് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ അപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അത് ഒരു പോക്കായിരുന്നു, തൂഫാനായിരുന്നു തൂഫാൻ. ബുക്ക് മൈ ഷോ ഹാങ് ആയിട്ട് പൊട്ടി തീർച്ചയായും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ ആണെങ്കിൽ 100 കേക്ക് സംഭവം തന്നെയായിരുന്നു. ഇതിപ്പോ 100 കെ എന്ന് പറഞ്ഞാൽ 100 ഇത് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഈ 100 കേക്ക് ഫാൻസിന് തന്നെ പിടിക്കാവുന്നുള്ളൂ, സിമ്പിൾ ആയിട്ട് ശ്രമിച്ചാൽ പിടിക്കാവുന്ന ഫാൻസിന് പിടിക്കാനുള്ളതേ. ഓക്കെ, എന്തായാലും പിന്നെ മറ്റൊരു ക്യാരക്ടർ പോസ്റ്റർ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിൻ്റെ പേര് അതെന്താണെന്നുള്ളത് ഇതിൽ വ്യക്തമല്ല. മമ്മൂട്ടി ആസ് മിസ്റ്റർ നോബഡി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അത് നന്നായി, അതായത് ഇതെങ്കിലും ഒന്ന് അവർ ഹൈഡ് ചെയ്ത് വെച്ചല്ലോ. ബാക്കിയൊക്കെ ഓരോരുത്തരും വന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നുണ്ട്, ഇതെങ്കിലും അല്ലേ. ഇനിയിപ്പോ ഇത് വന്നില്ല എന്ന് കാണും, മമ്മൂക്കയുടെ ക്യാരക്ടർ ഇന്റർവ്യൂ ക്യാരക്ടർ പോസ്റ്ററിൽ പേരിട്ടില്ലല്ലോ, അവർ മറന്നു ഇതാണ് പേര്, മമ്മൂക്കയുടെ പേര്. ആരെങ്കിലും വരും എന്നിട്ട് പറയും മമ്മൂക്കയുടെ പേര് ഇതാണെന്ന്. അങ്ങനെ ഒന്നും ചെയ്യല്ലേ, എന്തായാലും അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇവര് ട്രെയിലറിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ബെഞ്ചമിൻ ജോഷിന്റെ ഡയലോഗ് ഉണ്ട്, മിസ്റ്റർ നോബഡി എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ക്യാരക്ടർ പോസ്റ്ററിന് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, ഈ സിനിമയിലും അങ്ങനെയുള്ള രീതിയിൽ തന്നെ ആളുടെ ക്യാരക്ടർ നെയിമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതെ, കിടിലൻ പോസ്റ്റർ തന്നെ കേട്ടോ, കിടിലൻ ലുക്ക് എന്ന് പറഞ്ഞാലേ ജാതി ലുക്ക്, ജാതി സാധനം, കാട്ടുതീ സംഭവേ. ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ആ ഒരു ഗ്യാരേജിലുള്ള തന്നെയാണ് ഫോട്ടോ. അത് പിന്നെ ടീസറിലല്ല, ട്രെയിലറിൽ ലാസ്റ്റ് ഈ ഒരു വണ്ടി എടുത്തിട്ടാണ് ലാസ്റ്റത്തെ ഷോട്ട്, ബൈക്കിന് പോകുന്ന ആ സംഭവം ഇതാണ് കേട്ടോ. ഓക്കെ, കൊള്ളാം, പൊളി, ഗംഭീരം. അപ്പം എന്താണെങ്കിലും കാത്തിരുന്ന പോലെ ഇനി മണിക്കൂറുകൾ മാത്രം. അതെ, ആരാണ് മിസ്റ്റർ നോബഡി? യെസ്, അതാണ് ചോദ്യം. നിങ്ങൾ ആരാണ് അത് ചോദിക്കുന്നുണ്ടല്ലോ, ആ ചോദ്യം നാളെ തന്നെ തരുവുള്ളൂ. അപ്പൊ എന്തായാലും കാത്തിരിക്കാം. അപ്പൊ പോവല്ലേ? അപ്പൊ പോവാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഞാനിവിടെ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നു. എന്താടാ? ആരാണ് നീ? ഉത്തരം കിട്ടാത്ത ചോദ്യം. സത്യം. പക്ഷെ ഇതിനൊരു ഉത്തരം ഉണ്ടാകും നാളെ അല്ലേ? ഉണ്ടാവും, ബസൂക്കയിലുണ്ടാവും എന്താണ് ഉത്തരം എന്നുള്ളത്. ഓക്കെ, എന്താണെങ്കിലും കാത്തിരിക്കാം, നാളെ കാണാം. അതെ, ബൈ.